ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തെങ്ങിൽ നിന്ന് കുറേ ഓലപ്പട്ടയൊക്കെ വെട്ടി താഴ്ത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓലപ്പട്ട വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് സാധാരണ വലിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് തള്ളാലാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാനത് എടുത്തപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, നമുക്ക് ചൂലുണ്ടാക്കിയാലോ. എപ്പോഴും ചൂല് പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്യണത്. അപ്പോൾ ആ ചൂലൊന്നും അത്രയ്ക്ക് ഭംഗി അല്ലെങ്കിൽ അത്രയ്ക്ക് ഈടുണ്ടാവാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേ ഞാൻ ആ ഓലയൊക്കെ വെട്ടിക്കീറി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. 2 കെട്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, 2 കുഞ്ഞി കെട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ കെട്ട് കാണാനൊരു ഭംഗിയില്ല കേട്ടോ. അമ്മയൊക്കെ ചെയ്തു തരുമ്പോൾ നല്ല രസത്തിൽ അവർ നല്ല ഭംഗിയിൽ അടുക്കി പെറുക്കി അവർ നല്ല വൃത്തിയിൽ അതൊക്കെ കെട്ടിത്തരുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും കെട്ടാണോ കെട്ടാക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അതൊന്ന് കീറാൻ തുടങ്ങട്ടെ. അപ്പോൾ ചൂല് ഉണ്ടാക്കണതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ. അമ്മയൊക്കെ ചെയ്തു തരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയാണെങ്കിലും കൊടുങ്ങല്ലൂരിൽ നിന്ന് ചൂലൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുതരും. പിന്നെ ഇവിടെ അമ്മ ഉണ്ടായിരുന്നപ്പോഴും അമ്മ ഇഷ്ടം പോലെ ചൂലൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അന്നൊന്നും അങ്ങനെ ചൂല് കാണുമ്പോഴൊന്നും നമുക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാനിതൊക്കെ ചെയ്തു വന്നപ്പോൾ ഇത്തിരി പണിയുണ്ടല്ലോ. കാരണം ഈ ഓലപ്പട്ട മുഴുവൻ വെട്ടി കീറി ഇതുപോലെ കെട്ടാക്കി വയ്ക്കണം. പിന്നെ ഒന്ന് വെയിലൊക്കെ കൊള്ളിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചൂലാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കുകയാണ്. ഇത് കണ്ട, ഇങ്ങനെയാണ് ഈ ഓലയുടെ ഏറ്റവും വരെ നല്ല നീട്ടുള്ളൊരു ഓലയാണ് ഇവിടെ കിട്ടിയേക്കണത്. കണ്ട, നല്ല നീട്ടുണ്ട് ഇതിന്. അതെ, ഇത്രയും നല്ല നീട്ടത്തിലാണ് അത് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ കത്തിയും കൊണ്ട് ഇങ്ങനെ പതുക്കനെ കീറി അറ്റം വരെ ഇങ്ങനെ കീറിയെടുക്കണം. പിന്നെയും അതിൻ്റെ പോവാത്ത ഓലകളൊക്കെ വീണ്ടും ഇങ്ങനെ ചീന്തിയെടുക്കണം. അവർ നല്ല സ്പീഡിലൊക്കെ ചെയ്യും കേട്ടോ. അമ്മമാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ നല്ല സ്പീഡിൽ ഇത് ചെയ്യുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഞാനെന്നാലും ഇത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട്. ഇത് പണിയുണ്ട് ചെയ്യണേന്. കാരണം ഈ ഓല മുഴുവൻ വെട്ടി ഇങ്ങനെ ആക്കി വൃത്തിയാക്കി ഈർക്കിലാക്കി എടുക്കുമ്പോഴേക്കും ഇത്തിരി നേരം പിടിക്കും. കണ്ടില്ലേ, ഇത്ര നല്ല നീളമുള്ള ഈർക്കിലായിട്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴൊന്നും ഇങ്ങനെ നീട്ടത്തിലൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പം ഞാനത് കുറച്ച് ഒരു ഇതൊക്കെ കീറിയൊക്കെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും നീളത്തിൽ എനിക്ക് ഈ ചൂല് കിട്ടി. കണ്ടോ, ഇതാണ് ഇത്രയും ഈ ഒരു ചെറിയൊരു പിടി വരെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ട, ഇത്രയും നല്ല നീട്ടത്തിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഈ തുമ്പറ്റം വരെയും ആ ഓലയൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കടയിൽ നിന്ന് കിട്ടുമ്പോൾ സാധാരണ മുഴുവൻ ഓലൊന്നും അങ്ങനെ പോവാറില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ചൂല് അത് വേഗം പോകാറുണ്ട്. ചൂല് ഈട് നിൽക്കണില്ല. അപ്പോൾ ഇതത്ര ഭയങ്കര ഫിനിഷിങ് അവർ ചെയ്തു വരുന്ന പോലെ ഒന്നും ആയിട്ടില്ലെങ്കിലും എനിക്കിപ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരിത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് മനസ്സിലായി. കാരണം ഉച്ചയ്ക്ക് ചോറിട്ടൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങണതിന് പകരം അവരിതുപോലുള്ള പണികളൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും, പിന്നെ ചെയ്തു തന്നിട്ടുള്ള അമ്മമാർക്കും, എൻ്റെ അമ്മയ്ക്കും ഇവിടുത്തെ അമ്മയ്ക്കും ഒക്കെ ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ ഓലയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ചൂല് തന്നെ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കും. അവരോട് ഇനിയും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു.